കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിന്റെ കൊച്ചിയിലെ ആദ്യ പ്രദർശനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും സന്തോഷകരമായ കാര്യം, സിനിമ കാണുമ്പോൾ ആളില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ മനസ്സിൽ സന്തോഷം തോന്നുന്നത്, ദാ ഇവിടെ ഇങ്ങനൊരു സിനിമ കാണുമ്പോൾ ഒരു മനുഷ്യനും വന്നിട്ടില്ല എന്നറിയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. സിനിമയ്ക്ക് ആളില്ല എന്ന് തോന്നുമ്പോൾ സന്തോഷം തോന്നുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണിത്. കൊച്ചിയിലെ ആദ്യ പ്രദർശനത്തിന് ഒരാൾ പോലും ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. ന്യൂക്ലിയസ് മാൾ പാൻ സിനിമാസിലാണ് ആദ്യത്തെ ഷോ. ആളില്ലാത്തതിനാൽ ഷോ റദ്ദാക്കാനാണ് സാധ്യത. മറ്റു ഷോകൾക്കും വിരലിൽ എണ്ണാവുന്ന ബുക്കിംഗ് മാത്രമാണ് ഉള്ളത്. സജോ ദേവസ്യ ഇപ്പോൾ ഷേണായിസ് തിയേറ്ററിലുണ്ട്. സജോ ദേവസ്യ, എങ്ങനെയാണ് സിനിമയുടെ ബുക്കിംഗ്? ആരെങ്കിലും വരുന്നുണ്ടോ? വലിയ ഇടിച്ചു കയറ്റും കുരിച്ചു കയറ്റും ഒക്കെ പ്രതീക്ഷിച്ചാണ് ഈ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെയൊക്കെ പാതിരാത്രി പോയി സമീപിച്ചത്. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയാ റെസ്പോൺസ്? ഒരു കുഞ്ഞുമില്ല എന്നാണ് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഈ കോടതിയിലെ ആവേശമൊന്നും തിയേറ്ററുകളിൽ കാണാനില്ല. കൊച്ചിയിലെ അതായത് 9 സ്ക്രീനുകളാണ് യഥാർത്ഥത്തിൽ വിവിധ ഇടങ്ങളിലായി 9 സ്ഥലങ്ങളിലെ സ്ക്രീനുകളിലാണ് കേരള സ്റ്റോറി 2 റിലീസായത്. അതിൽ തന്നെ ഇന്നത്തെ ആദ്യ ഷോ നടക്കേണ്ടത് പാൻ സിനിമാസിലാണ്. പാൻ സിനിമാസിൽ ഇപ്പോൾ ആ സമയം പൂർത്തിയായി ബുക്കിങ്ങിന്റെ. ഓൺലൈനിൽ 0 ബുക്കിംഗ് ആണ്. ഒരു ബുക്കിംഗ് പോലും ഓൺലൈനിൽ നടന്നിട്ടില്ല പാൻ സിനിമാസിൽ. ആ ഷോ തടസ്സപ്പെട്ടേക്കും. കാരണം അല്പസമയത്തിനകം തന്നെ നിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ 10:15 അകം ആ സിനിമ തുടങ്ങേണ്ടതാണ്. ഓൺലൈനിൽ 0 ബുക്കിംഗ് ആണ്. ഞാൻ നിൽക്കുന്നത് ഷേണായിസ് തിയേറ്ററിലാണ്. ഈ തിയേറ്റർ സജീവമായിട്ടില്ല. 12 മണിക്കാണ് ഇവിടെ ആദ്യ ഷോ. വിരലിൽ എണ്ണാവുന്ന ബുക്കിംഗ് മാത്രമാണ് ഓൺലൈനിൽ ഇപ്പോൾ ആയിട്ടുള്ളത്. അതായത് ഷേണായിസ് തിയേറ്ററിൽ ഞാൻ നിൽക്കുന്ന ഈ തിയേറ്ററിൽ 12 മണിക്കാണ് ആദ്യ ഷോ. കേരള സ്റ്റോറി 2-ന്റെ ആദ്യ ഷോ ഒരു സ്ക്രീനിൽ നടക്കുക. പക്ഷേ വിരലെണ്ണാവുന്ന നാമമാത്ര ബുക്കിംഗ് മാത്രമാണ്. മറ്റിടങ്ങളിൽ വിവിധ മൾട്ടിപ്ലക്സ് അടക്കമുള്ള PVR അടക്കം ഉൾപ്പെടെ പാൻ സിനിമാസ് അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഈ സ്ക്രീനിംഗ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസവും ഒരു ഷോ തടസ്സപ്പെട്ടിരുന്നു. അതായത് ഈ അനുകൂല വിധി വന്നതിന് പിന്നാലെ ഒരു ഷോ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതിന് ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തടസ്സപ്പെട്ടിരുന്നു. ഇന്ന് മുതലാണ് യഥാർത്ഥത്തിൽ ഫുൾ ഫ്ലെഡ്ജിൽ പ്രദർശനം നടക്കേണ്ടത്. അതിലെ ആദ്യ പ്രദർശനം 10:15 ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ ഒറ്റ ഓൺലൈൻ ബുക്കിംഗ് പോലും ഇല്ല എന്നാണ്. അതായത് തണുപ്പൻ പ്രതികരണമാണ് തിയേറ്ററിൽ മുഴുവനും ഉള്ളത്. മിക്കവാറും ഓൺലൈനിലുള്ള ഇതുവരെയുള്ള 9 ഇടങ്ങളിലെ സ്ക്രീനുകളിലെ ബുക്കിങ്ങിന്റെ സ്റ്റാറ്റസ് നമ്മൾ അല്പസമയം മുൻപ് പരിശോധിക്കുകയായിരുന്നു. വളരെ നാമമാത്രമായ വിരലിലെണ്ണാവുന്ന ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ആവേശം ആദ്യ സിനിമയും സ്ക്രീനിൽ കണ്ടിരുന്നില്ല. പിന്നീട് അത് OTT-യിലേക്കൊക്കെ വന്നപ്പോഴാണ് വലിയ തോതിൽ ചർച്ചയായതും ഒക്കെ വന്നത്. അപ്പോൾ കേരള സ്റ്റോറി 2-വിനെ സംബന്ധിച്ചുണ്ടായ നിയമ പോരാട്ടങ്ങൾ, അതിലെ മിന്നൽ വേഗത്തിൽ പിന്നീട് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചതും ഒക്കെ കണ്ടു. പക്ഷേ ആ ആവേശം ഏതായാലും തിയേറ്ററിലില്ല. ഇതുവരെയുള്ള സ്ക്രീനുകളിലെയും ഓൺലൈനിലെ ബുക്കിങ്ങും തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആളുകളും ആദ്യ ഷോ തന്നെ മുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതടക്കമുള്ള സാഹചര്യമാണ്. അതായത് തികച്ചും തണുപ്പൻ പ്രതികരണമാണ് കേരള സ്റ്റോറി 2-വിന് തിയേറ്ററിൽ ലഭിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യം പറയല്ലോ, തുറന്നങ്ങോട്ട് പറയട്ടെ, ഞാനങ്ങ് തുറന്നു പറയുക. ഒരു സിനിമ തിയേറ്ററിൽ ആള് കാണാനില്ല എന്നറിയുമ്പോൾ മനസ്സിൽ സന്തോഷം വരുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് കേട്ടോ. അങ്ങനെ ചാണകം ചവിട്ടാതെ നടക്കാൻ നമ്മൾ മലയാളികൾക്കറിയാം എന്നൊരിക്കൽ കൂടി തെളിയിച്ച സന്ദർഭമായി മാറുന്നു.